എനിക്ക് പോവാന്ന്. നിങ്ങൾ അവിടെ ചെന്നിട്ട് പ്രത്യേകിച്ച് എന്ത് ചെയ്യാനാ? കയ്യോ കാലോ ഇത്തിരി മാംസോ കിട്ടുകയാണെങ്കിൽ പോലീസുകാരിഞ്ഞു വിളിച്ച് പറയുമല്ലോ. ആ അപ്പ ചെന്നതങ്ങ് ഏറ്റുവാങ്ങിയാ മതി. അമ്മേ, എങ്ങനെയാ അമ്മ ഇത്രയും ക്രൂരമായിട്ട് സംസാരിക്കാൻ പറ്റുന്നത്? സിനിമാ ഷൂട്ടിംഗ് നടത്തുന്ന സ്ഥലത്തുനിന്ന് അവള് വഴിതെറ്റിപ്പോയെന്നല്ല വിളിച്ചു പറഞ്ഞത്. അവള് വെള്ളച്ചാട്ടത്തിൽ വീണു പോയെന്നാ, തെരഞ്ഞിട്ട് കാണാനില്ലെന്നാ. അതുപോലും ആഘോഷിക്കുന്ന ഈ മനസ്സുണ്ടല്ലോ, അതിനോട് എനിക്ക് വെറുപ്പാ തോന്നുന്നു. എന്റെ മോളെ കുറിച്ച് ഇനി അനാവശ്യമായൊരു വാക്ക് അമ്മയുടെ നാവെന്ന് വന്നാ ഞാൻ പിന്നെ അമ്മ എന്നുള്ള സ്ഥാനം അങ്ങ് മറന്നേക്കും. അമ്മ ചെല്ല്, എവിടെയെങ്കിലും ഇരുന്ന് അമ്മയുടെ ശത്രു ഇല്ലാതായതിനെ കുറിച്ച് സന്തോഷിക്കും. എന്റെ മുന്നിൽ നിന്ന് പോവാമേ. വായശോദ, നമുക്ക് പോയി അന്വേഷിക്കാം. ആരവളോട് ക്രൂരത കാണിച്ചാലും ഞാൻ പോയില്ല സാർ. രാധിക മോളെ കണ്ടെത്താതെ ഞാൻ തിരിച്ചു പോകുന്ന പ്രശ്നമില്ല. ആദ്യനെ സാറിനെ നിർബന്ധിക്കൊന്നും വേണ്ട. ഇത്രയും നേരത്തെ സെർച്ച് ചെയ്ത് മനസ്സിലായ ഒരു കാര്യം, അവർ രണ്ടുപേരും താഴെ എത്തിയില്ല എന്നുള്ളതാണ്. അറിയില്ല, ഇതുവരെ മുകളിൽ നിന്ന് വീണവരാരും ജീവനോടെ രക്ഷപ്പെട്ടിട്ടില്ല. ശ്യാമ, ശ്യാമ, ഞാൻ ഈ മോമൂടിയൊക്കെ മാറ്റാൻ പോവാ. എന്തിനാ ഇതിങ്ങനെ ഇട്ടിരിക്കുന്നത്? ആരെ ഒളിക്കാന്? ശ്യാമ പ്ലീസ്, എത്ര കാലം അവളെ ഞാൻ അയച്ചു നിർത്തി. ഒടുവിൽ തിരിച്ചു കിട്ടിയിട്ട് മനസ്സ് തുറന്നൊന്ന് സ്നേഹിക്കാൻ സമ്മതിച്ചു. തൊട്ടിയെടുത്തില്ലേ വീണ്ടും എന്റെ മോള്. എടുക്കണ്ട. വിളിക്കുന്നവർക്ക് മുഴുവൻ അപകടത്തിന്റെ ഡീറ്റെയിൽസ് ആണ് അറിയേണ്ടത്. പറയുന്നവന്റെ വേദന പ്രശ്നമല്ല. പരമേശ്വര, ഒന്ന് അവിടം വരെ പോവാന്ന് പറഞ്ഞിട്ട് നീ സമ്മതിച്ചില്ലല്ലോ. പറ്റാവുന്നവരെല്ലാം ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടമ്മേ. പിന്നെ നമ്മളെല്ലാവരും കൂടി അവിടെ ചെന്നിട്ട് എന്തിനാ? അവിടെ ചെന്ന് നിന്നാ ഇതിലും വലിയ നീറ്റലായിരിക്കില്ലേ? അവിടെ നിന്ന് ആരൊക്കെ തിരിച്ചു വരുമെന്ന് വല്ല ഉറപ്പുണ്ടോ അമ്മയ്ക്ക്? വേണ്ടമ്മേ, പോണ്ട. അവിടെ ചെന്നാലും ദൈവത്തോട് പ്രാർത്ഥിക്കാനല്ലേ പറ്റുള്ളൂ. സർ, മുകളിൽ നിന്ന് വീഴുന്നവർ സ്ട്രെയിറ്റ് ആയിട്ട് ഈ വെള്ളത്തിൽ വന്ന് വീഴില്ല. മിക്കവാറും പാറക്കെട്ടിലോ മറ്റോ തട്ടി ചിന്നി ചിതറിയിട്ടുണ്ടാവും. സാഹചര്യം നോക്കി വേണ്ടോ എന്തെങ്കിലും പറയാൻ. അതെ, നിങ്ങൾ കുറച്ച് മാറി നിന്നേ. ഇത്രയും സമയമായിട്ട് നിങ്ങൾക്കൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല.
മാഡം സമയം ഇപ്പോൾ ഒരുപാട് വൈകി. ഒരു 5:30 ആകുമ്പോഴേക്കും കാടിനകത്ത് ഇരുട്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ സെർച്ചിങ് ബുദ്ധിമുട്ടാ. അങ്ങനെയാണെങ്കിൽ തിരിച്ചു പോകാനേ പറ്റൂ. ഇല്ല സർ, ഞാൻ തിരിച്ചു പോവില്ല. നിങ്ങൾ ആരിവിടുന്ന് പോയാലും ഞാൻ പോവില്ല. നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവാത്തെ? വന്യമൃഗങ്ങളുണ്ട് ഇവിടെ, കണ്ടീഷൻ മോശമാണ്. നിങ്ങളുടെ വിഷമം മനസ്സിലാക്കാതല്ല ഞാൻ സംസാരിക്കുന്നത്. മറ്റുള്ളവർ കൂടി ആപത്തുണ്ടാക്കിയിട്ട് എന്താ കാര്യം? നാളെ മുതൽ ആളുകളെ ഇറക്കി അന്വേഷിക്കാം. അതേ ഇനിയൊരു മാർഗമുള്ളൂ. ഓക്കെ സാർ. ശ്യാമ, അവരവരുടെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ടല്ലോ. കൂടെ കൂടെ ഓരോന്ന് അവരോട് ചോദിക്കുമ്പോ അവർക്ക് ദേഷ്യം വരും. ഞാൻ അതിനൊന്നും പറഞ്ഞില്ലല്ലോ. അവര് ദേഷ്യപ്പെട്ടോട്ടെ, അവര് വേണമെങ്കിൽ ചീത്ത വിളിച്ചോട്ടെ, എനിക്ക് ഒരു കുഴപ്പമില്ല. എനിക്ക് എന്റെ മോളെ കിട്ടണമെന്നേ ഉള്ളൂ. ശ്യാമയ്ക്ക് ഭഗവാനിൽ വിശ്വാസമില്ലേ? ഒരുപാട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഭഗവാൻ നിന്റെ മുന്നിൽ കൊണ്ടുവന്നതല്ലേ അവളെ. അങ്ങനൊന്നും തിരിച്ചെടുക്കില്ല. എന്റെ മോളെ ഒരു സാധ്യതയില്ലെന്ന് ആരെഴുതി തള്ളിയാലും ഈ ലോകത്തിലെ ഏറ്റവും വലിയ സാധ്യത ഭഗവാനാണ്.